Hello friends, once again welcome back to my channel. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വെച്ച പ്രൊഫൈൽ പിക്ക്, ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രൊഫൈൽ പിക്ക് എങ്ങനെ നമുക്ക് വലുതായിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു മറ്റുള്ളവരുടെ പ്രൊഫൈൽ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു പ്രൊഫൈൽ പിക്ക് നമുക്ക് നമ്മളെ ഫോണിലോട്ട് എങ്ങനെ സേവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരിലോട്ട് എങ്ങനെ ഷെയർ ചെയ്യുക എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പ്രൊഫൈൽ പിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ പിക്ക് നമുക്കേ കാണാൻ സാധിക്കുള്ളൂ. ആരാണോ വെച്ചത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു പ്രൊഫൈൽ പിക്ക് വലുതായിട്ട് കാണാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർക്ക് ആ ഒരു പ്രൊഫൈലിൻ്റെ പിക്ക് ഒരു ചെറിയൊരു റൗണ്ട് ഐക്കണായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അതായത് നമുക്കത് വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ പിക്ക് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ ഒന്നും നമുക്ക് നോർമലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ മറ്റുള്ളവരുടെ പ്രൊഫൈലിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ പിക്ക് നമുക്ക് വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മറ്റുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണാനുള്ള 2 ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ്, നമുക്ക് ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള 2 രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അധികം സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നെങ്കിൽ, അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു. കാരണം ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാവും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ അറിവ് നിങ്ങളെ മറ്റു അറിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് വലുതായിട്ട് നമുക്ക് എങ്ങനെ കാണാനും അതുപോലെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, അതിനായിട്ട് അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് ഇവിടെ കാണുന്ന ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രൊഫൈൽ ഫോട്ടോ ഡൗൺലോഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനോടെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആവും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന പെർമിഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസർ നെയിം ഓർ ഫുൾ നെയിം ഓർ പ്രൊഫൈൽ ലിങ്ക്. അതായത് പ്രൊഫൈലിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ പ്രൊഫൈൽ പിക്കാണ് കാണേണ്ടത് അവരുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമുക്കിപ്പോൾ നമ്മളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ മറ്റൊരാളുടെ പ്രൊഫൈൽ കാണണം. അപ്പോൾ ആരുടെ പ്രൊഫൈലാണ് കാണേണ്ടത് അവരുടെ ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, ആ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ആരുതെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ക്രിസ്ത്യനോ അല്ലെങ്കിൽ ആരുതെങ്കിലും ഒരു പേര് ജസ്റ്റ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രിസ്ത്യാനോയുടെ പ്രൊഫൈൽ ഞാൻ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു 3 ഡോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും മുകൾ വശത്തായിട്ട്. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോപ്പി പ്രൊഫൈൽ URL എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്രൊഫൈലിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ലോഡായതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു പ്രൊഫൈൽ പിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ക്രിസ്ത്യാനോയുടെ ആ ഒരു പ്രൊഫൈൽ പിക്ക് ഇതാണ്. ഇത് നമുക്ക് സേവ് ചെയ്യാൻ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് വളരെ ഈസി ആയിട്ട്. ഇതുപോലെ നമുക്ക് ആരുടെ പ്രൊഫൈൽ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് വരികയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഇത് നോക്കാം. നമുക്ക് മറ്റ് ആപ്ലിക്കേഷനൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ പ്രൊഫൈൽ കാണാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഫോണിലൊരു ബ്രൗസർ ഉണ്ടാവും, ഗൂഗിൾ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ബ്രൗസറുകൾ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ UC ബ്രൗസറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ UC ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്യണം. UC ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അതേ രീതിയിൽ തന്നെ അവരുടെ ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അവരുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കോപ്പി പ്രൊഫൈൽ URLോട്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു UC ബ്രൗസർ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു URL ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഈ ഒരു പേജിലോട്ടൊന്ന് പോവുക.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ക്രിസ്ത്യാനിയുടെ ആ ഒരു പ്രൊഫൈൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പ്രൊഫൈലിലോട്ട് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സേവ് ഇമേജ് എന്ന്. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പണിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ പിക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ പിക്ക് ലേശം ഒന്ന് ക്ലാരിറ്റി കുറയും. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പിക്ക് നിങ്ങൾക്ക് ഒറിജിനൽ കുറച്ച് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് ബെറ്ററായി തോന്നുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.